ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. സമീപകാലത്ത് വന്ന് ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രമാണ് മാർക്കോ. മാർക്കോ 115 കോടിയും കഴിഞ്ഞ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 32 ദിനങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിൽ സ്റ്റഡി കളക്ഷനായിട്ട് മുന്നോട്ട് പോകുന്ന ചിത്രം ഇന്ന് ഉണ്ണി മുകുന്ദൻ പുതിയ അപ്ഡേറ്റുമായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെ ആ ഒരു അപ്ഡേറ്റ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമ കന്നഡയിൽ റിലീസിനെത്തുന്നു. ചാനൽ ഇതിനിടയിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ മറക്കാതെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ജനുവരി 31 സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുകയാണ്. 5 ഭാഷകളിലാണ് സിനിമ റിലീസിങ്ങിന് ഒരുങ്ങിയിരുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ്. ഈ കുറി കന്നഡ മാത്രം നമ്മൾ കണ്ടില്ല. ബാക്കി 4 ഭാഷകളിലും സിനിമ റിലീസ് ചെയ്യുന്ന കണ്ടു. 4 ഭാഷയിലും സിനിമ മികച്ച റെസ്പോൺസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദിയിൽ നമ്മൾ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു റിട്ടേണും ഈ സിനിമയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് 14 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്നത് ഹിന്ദിയിൽ. ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി പോലും ഒരു സിനിമയ്ക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. 50 ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു ഇതുവരെയുള്ള മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്നുള്ളതും. അവിടെ നിന്ന് 14 കോടിയിലേക്ക് എത്തി. ഇനി 15 അതിന് മുകളിലേക്ക് പോകുമെന്നും ഉറപ്പിക്കുകയാണ്. 1 മാസം കഴിഞ്ഞിട്ടും അവിടെ മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ പലരും ചോദിച്ചിരുന്നു എന്തുകൊണ്ട് കന്നഡ റിലീസ് ഇല്ല എന്നുള്ളത്. അതിന് ഉത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അണിയറയിൽ നിന്ന് യാതൊരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പോസ്റ്റർ അടിച്ചപ്പോൾ മാറിപ്പോയതാണോ എന്ന് പോലും നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ആ ഒരു അപ്ഡേറ്റ് തന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇത്ര വലിയ വിജയമായ സിനിമ ജനുവരി 31 മുതൽ കന്നഡയിൽ റിലീസിനെത്തുന്നു എന്നുള്ള വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്ക് വായിക്കാം. ആഫ്റ്റർ റിസീവിംഗ് എ ഫിനോമിനൽ റെസ്പോൺസ് വേൾഡ് വൈഡ്, ദ ബിഗ്ഗസ്റ്റ് ആക്ഷൻ ത്രില്ലർ മാർക്കോ ഈസ് നൗ അറൈവിംഗ് ഇൻ കന്നഡ. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാർക്കോ ഒരു വലിയ രീതിയിൽ തന്നെയാണ് കന്നഡയിൽ റിലീസിന് ഒരുങ്ങുന്നത്. ഒരു പക്ഷേ തെലുങ്കിലുണ്ടായതിനേക്കാൾ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അണിയറയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം 115 കോടിയിലോ 125 കോടിയിലോ സിനിമ നിൽക്കില്ല. തീർച്ചയായും 150 കോടിക്ക് മുകളിലായിരിക്കും സിനിമ നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യമേ ഈ സിനിമയുടെ റിലീസ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നതാണ്. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയായിരുന്നു സിനിമയുടെ കളക്ഷൻ പോയിരുന്നത്. 18+ സിനിമയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തോളുക. അല്ലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സിനിമ 200 കോടിക്ക് മുകളിൽ അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്ര ഇനീഷ്യൽ പുള്ളാണ് സിനിമയ്ക്ക് കിട്ടിയത്. അത് സ്റ്റഡിയായിട്ട് 1 മാസത്തോളം സിനിമയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ ഇത്രത്തോളം ഗംഭീര റിലീസുകൾ ഉണ്ടായിട്ടും 100 മുകളിലുള്ള ഷോകൾ ട്രാക്കേഴ്സിന് കിട്ടുന്നുണ്ടെങ്കിൽ 100-150ഓളം ഷോകൾ സിനിമ ഇവിടെ ഓടുന്നുണ്ട്. ഇന്നും സിനിമയ്ക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രാക്കിംഗ് കളക്ഷൻ, അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നും ട്രാക്കിംഗ് കളക്ഷൻ വന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലൂടെ മാത്രം സിനിമ നല്ല ലെവലിലുള്ള കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഇതിനോടകം തന്നെ കേരള കളക്ഷൻ 50 കോടിയിലേക്ക് സിനിമ എത്താൻ പോകുന്നു എന്നുള്ള വാർത്തയുമാണ് വരാൻ പോകുന്നത്. അതായത് കൂടി വന്ന 4 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ സിനിമ 50 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം. എന്താണെങ്കിലും കന്നഡയിൽ കൂടെ റിലീസ് എത്തുമ്പോൾ സിനിമ വീണ്ടും കുതിച്ചുയരാൻ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് സിനിമയുടെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അടുത്ത ഒരു വമ്പൻ റിലീസ് നമ്മളോട് നേരത്തെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞ ആ ഒരു റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് കഴിയുമ്പോൾ സിനിമ തീർച്ചയായും 150 കോടിക്ക് മുകളിലെത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ ഇതുവരെ കാണാത്തവർ തീർച്ചയായും ഒന്ന് തിയേറ്ററിൽ പോയി കാണാം. മികച്ച മേക്കിങ്ങും അതിഗംഭീരമായ വയലൻസും കൊണ്ട് ഇന്ത്യൻ സിനിമകളിൽ നമ്പർ 1 മാറിയ ചിത്രമാണ്. ഓരോ സിനിമയ്ക്കും കാറ്റഗറികളുണ്ട്. നമുക്കറിയാം, കോമഡി അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മറ്റൊരു കാറ്റഗറിയാണ്. അത്രത്തോളം കൊടൂരമായ വയലൻസ്. ഇങ്ങനെയും ചിത്രങ്ങൾ വരും. ആ ഒരു കാറ്റഗറിയിൽ മികച്ച രീതിയിൽ തന്നെ സിനിമ നിൽക്കുന്നു. ഒപ്പം പ്രേക്ഷകന് അമ്മാതിരി ഒരു പഞ്ച് കിട്ടിയ സിനിമ എന്ന് തന്നെ പറയാം. അതായത് വയലൻസ് എങ്ങനെയാണ് ഇതുവരെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ കണ്ട് കൈയടിച്ചിരുന്നവർക്ക് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ചിലർക്ക് ദഹിക്കില്ലെങ്കിലും ഒട്ടുമിക്ക ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് കേരളത്തിൽ നിന്ന് പോലും സിനിമയ്ക്ക് 50 കോടി, അതായത് വലിയ രീതിയിൽ ഹിറ്റാകുന്ന മലയാള സിനിമയ്ക്ക് 50 കോടി അടിക്കാൻ പാടുപെടുമ്പോൾ ഈ ഒരു സിനിമ 18+ വെച്ചിട്ട് അടിച്ചെങ്കിൽ അത് വലിയ വിജയം തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ മാർക്കോയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ മാർക്കോ ആരാധകനാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയുക. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്നതാണ് അഭ്യർത്ഥന. ഗ്രേറ്റ് മീഡിയാസ്.